യാമിയുടെ ഈ ഒരു ഡിസൈൻ നോർമൽ നീഡിൽ വെച്ചിട്ട് ചെയ്ത് കാണിക്കുമോ എന്ന് ചോദിച്ചിട്ട് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. ഇത് നമ്മൾ ഈ ഒരു ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മളിവിടെ നെക്കൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആലിയ കട്ടിലാണ് ഡിസൈൻ വരുന്നത്. പ്രിൻസസ് കട്ടിൻ്റെ ആ ഒരു പോർഷൻ വരുന്ന ഭാഗത്താണ് കേട്ടോ വർക്ക് വരയ്ക്കേണ്ടത്. എന്ന് വെച്ചാൽ ഡിസൈൻ വരുന്നത് ആ ഒരു പോർഷനിലാണ്. അപ്പോൾ അത് വരയ്ക്കുന്നതാണ് കേട്ടോ കാണിക്കുന്നത്. അതിന് മുമ്പായിട്ട് സെൻറ്ററിൽ ഒരു 1.5 ഇഞ്ച് വിട്ടിട്ട് വേണം രണ്ട് വശത്തും നമ്മൾ ഡിസൈൻ വരച്ചു കൊടുക്കാനായിട്ട്. ആദ്യം ഒരു സർക്കിൾ വരയ്ക്കുക, എന്നിട്ട് ഇതുപോലെ പെറ്റൽ വരച്ചെടുക്കുകയാണ്. ഒരു 6 പെറ്റൽ വരുന്ന പോലെ വേണം വരയ്ക്കാനായിട്ട്. ഈ വർക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് ഷുഗർ ബീഡ്സ് മാത്രം മതി. ഞാൻ സെൻറ്ററിൽ നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നടുക്ക് നമുക്കൊരു ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇനി അതിൻ്റെ തൊട്ടടുത്ത് നിന്ന് നീഡിൽ ഇതുപോലെ എടുത്തിട്ട് നമുക്ക് ആ നീഡിലേക്ക് ഒരു 8 ഷുഗർ ബീഡ് എടുക്കാം. അതിനി ആ ഫസ്റ്റ് വെച്ച ബീഡുണ്ടല്ലോ അതിന് ചുറ്റുമായിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെ പിടിച്ച ശേഷം ആ ലാസ്റ്റ് ബീഡിൻ്റെ ഉള്ളിലൂടെ നീഡിൽ കടത്തി കൊടുക്കുകയാണ്. എന്നിട്ട് വലിച്ചു കഴിയുമ്പം അത് ഫസ്റ്റ് നമ്മൾ ആ വെച്ച ആ ബീഡിന് ചുറ്റുമായിട്ട് ഇതുപോലെ വരുന്നതായിരിക്കും. എന്നിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ലോക്ക് സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. നീഡിൽ നമ്പർ 12 ആണ് നമ്മൾ ബീഡ്സ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. എത്ര ചെറിയ ബീഡാണെങ്കിലും നീഡിൽ നമ്പർ 12ലൂടെ നീഡിൽ കടന്നു പോകുന്നതായിരിക്കും കേട്ടോ. ചില ആൾക്കാർക്ക് അത് നീഡിലല്ല ത്രെഡ് കോർത്തെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് പറയുന്നുണ്ട്. അത് നിങ്ങൾ കുറച്ച് പ്രാവശ്യം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനൂടെ ത്രെഡ് കടത്തിയെടുക്കാൻ പറ്റുന്നതായിരിക്കും കേട്ടോ. ആ നീഡിലിൻ്റെ ഹോള് ചെറുതായതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത്. 1-2 പ്രാവശ്യം നിങ്ങൾ ട്രൈ ചെയ്യൂ കേട്ടോ, അപ്പോൾ ശരിയായിക്കോളും. ഇനി നമ്മൾ പെറ്റലാണ് ചെയ്യുന്നത്. നീഡിൽ ഇതുപോലെ എടുത്തിട്ട് അതിലേക്കൊരു 10 ഷുഗർ ബീഡ് ഒന്നിച്ചെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫസ്റ്റ് നീഡിലെടുത്തല്ലോ ആ ഒരു പോർഷനിലേക്ക് തന്നെ നീഡിൽ താഴ്ത്തിയെടുക്കുകയാണ്. അപ്പോൾ അതൊരു ഇങ്ങനെ വളഞ്ഞ് നന്നായിട്ട് വരുന്നതായിരിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇനി നമുക്കത് പെറ്റലാക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ലോക്ക് സ്റ്റിച്ച് ചെയ്തൊന്ന് ഫില്ല് ചെയ്യുവാണ്. പക്ഷേ നമ്മൾ ആ പെറ്റലിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് വേണം ആ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. വർക്ക് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ കുർത്തിയുടെ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. ഞാനിത് ഫുൾ ചെയ്തിട്ടൊന്നുമില്ല, റിക്വസ്റ്റ് വന്നതുകൊണ്ട് ഞാൻ ചെയ്ത് കാണിച്ചതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.